ഐ എം റോഷൻ. റോഷൻ ചെറിയാൻ. പ്രൊഫസർ ചെറിയാൻ ഫിലിപ്പിന്റെ മകനാണ്. ആ ചെറിയാൻ സാർ എനിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. വേദിക. ഓ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു. ഒരു മിനിറ്റ് ഇപ്പോ വരാം. വേദിക. ആ ഗോകുൽ, നീ എന്താ അവിടെ? ഞാൻ തന്റെ പ്രോഗ്രാം കാണാൻ വന്നതാണ്. നന്നായിരുന്നു. താങ്ക് യു. പിന്നെ ഞാൻ എൻ്റെ അമ്മയോട് ഒരു കാര്യം പറയും. അത് ഇഷ്ടമാണ്. ഉണ്ണി, താങ്ക്സ്. എന്തിന്? ഞാൻ വിചാരിച്ചു ഉണ്ണി എന്നോട് പ്രതികാരം ചെയ്യാനായി. അതിനൊന്നും ബാലമാഷിനും അതിന് കഴിയില്ല. എൻ്റെ ഫ്ലാഷ് ബാക്കിലെ വില്ലത്തി താനായിരുന്നു എന്ന് പാവം എൻ്റെ അച്ഛന് ഇപ്പോഴും അറിയില്ല. ആ അച്ഛൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിട്ടല്ലേ തനിക്ക് കലാതിലകം കിട്ടിയത്. സ്കൂളിൽ ഉണ്ണികൃഷ്ണൻ എൻ്റെ സീനിയർ ആയിരുന്നു. ആ വർഷം കലോത്സവത്തിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. രാഷ്ട്രീയക്കാരനായ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ടാണ് ഞാൻ കലാതിലകമായതെന്നും പറഞ്ഞ് ഒരു ഉണ്ണികൃഷ്ണൻ്റെ നോട്ടീസ് അന്ന് വലിയ വിവാദമായിരുന്നു. അത് ഈ ഉണ്ണികൃഷ്ണനാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു. +2 പരീക്ഷയിൽ ടേബിളിനടിയിൽ വെച്ച ടെക്സ്റ്റ് ബുക്ക് കോപ്പി അടിക്കാനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ ഒരു വർഷം സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛൻ്റെ കുബുദ്ധിയായിരുന്നു. പിന്നീടാണ് സത്യം തിരിച്ചറിഞ്ഞത്. എനിക്ക് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇതാര് വേദിക മോളോ? ലക്ഷ്മി. ഓ കേറി മോളെ. വേദിക മോളോ? എന്താ മോളെ വിശേഷിച്ച്? ഞാൻ മാഷിനെ ഒന്ന് കാണാൻ വന്നതാ. മാഷിന്റെ മോനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എൻ്റെ ഒരു പ്രോഗ്രാം അമ്മ നേർന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അത് കണ്ടക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വരില്ല. പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ണിയോട് തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനാ. പോയത് എനിക്കും 1 വർഷം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറിന് പതിവ് പോലെ കടുപ്പത്തിലൊരു ചായ എടുക്കല്ലേ? ആയിക്കോട്ടെ. അപ്പൊ കടിയാ? കടി വേണ്ട. കറക്റ്റാ, കടി കുറക്കണം നല്ലതാ. വേദിക ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? ഷീസ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. വേദിക ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അവൾക്ക് കുറ്റബോധമുണ്ട്. അമ്പലത്തിലെ പ്രോഗ്രാമിന് താൻ ഉണ്ടാവണമെന്ന് അവൾ വാശി പിടിക്കുക. അല്ല സർ, അത് ഞാൻ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ പ്രോഗ്രാം നടക്കില്ലേന്ന്. അപ്പോൾ അവൾ പറയുക ഇല്ലാന്ന്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അവളുടെ മനസ്സ് വായിച്ചെടുത്തു. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. ചായ. സർ, രാവിലെയും വൈകിട്ടും കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് കുടുംബം കഴിയുന്നതും ഞാൻ പഠിക്കുന്നതും. അതിനിടയിൽ കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ മനസ്സല്ല അവൾക്ക്. തനിക്കൊരിക്കലും അവളൊരു ബാധ്യതയാവില്ല. ചൂടുള്ള വാർത്ത. റോഷ, ക്യാമ്പസിനുള്ളിൽ ചൂടുള്ള വാർത്ത. കലാതിലകത്തിന് പ്രണയം. ആരോട്? റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട്. വൺവേയാ. ആ മണങ്കൂസിനോടോ? അതെ. അവക്കിതെങ്ങനെ? അവന്റെ മൃദംഗം അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നേ. റോഷ, മുളയിലെ നുള്ളിക്കഴിഞ്ഞ അവൻ പിന്മാറിക്കോളും. ഒന്ന് പേടിപ്പിച്ചുട്ടായെന്നേ.
റിയൽ ഫൈറ്റേഴ്സ് മെമ്പറാ. അവൻ്റെ ദേഹത്ത് കൈവച്ച നിങ്ങൾ 4, ഞങ്ങൾ 10. ഞങ്ങളുടെ ഇടം. അവൻ കലാതിലകത്തെ പ്രേമിക്കും, കെട്ടും. വി വിൽ സപ്പോർട്ട് ഹിം. ഞങ്ങളുടെ സപ്പോർട്ടോടുകൂടി. എതിർക്കാൻ വന്ന ഉണ്ണികൃഷ്ണനാണ് ഇപ്പൊ ക്യാമ്പസിലെ താരം. ഹലോ. ഉണ്ണി, ഞാൻ വേദിക. ഞാനിപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. രാത്രി 11:30 കൊല്ലത്തെത്തും. സ്റ്റേഷനിൽ എന്റെ വണ്ടി കിടപ്പുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ണി ഒന്ന് കാണണം. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ശരി. ആരാടാ? വേദിക്ക് അത്യാവശ്യമായിട്ട് എന്നെ കാണണം എന്ന്. രാത്രി 12 മണിക്ക് ബീച്ച് റോട്ടിൽ വരാമെന്ന് പറഞ്ഞു. രാത്രി 12 മണിക്കാ? അതല്ല മുതലാളി, എനിക്കൊരു ഡൗട്ട്. രാത്രി 12 മണിക്ക് എന്താണ് ഈ കുട്ടി കാച്ചിലായിട്ട് വന്നത്? പൊറോട്ടൊക്കെ ഉണ്ടായവനെ കാച്ചിലല്ല, ബീച്ചില്. കാച്ചില് ബീച്ചില് മീനിങ് ഒന്നാണ്. ഇത് കണ്ടോ? കണ്ടില്ലേ? എടാ, നാളെ അവളുടെ ബർത്ത്ഡേയാ. രാത്രി 12 മണിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അതറിയില്ലേ? ലവ്. അതാണ് ലവ്. കൊച്ചു കള്ള. ഇന്ന് രാത്രി 12 മണിക്ക് വേദികയുടെ ബർത്ത്ഡേക്ക് വിശ്വസിനോടൊപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്റെ പ്രണയം പറയുന്നു. അയ്യോ, പറയുന്നു. വീഴടാ. സാധനം കിട്ടിയ ഓക്കെ അല്ലേ? ആരപ്പുഴുങ്ങാന്നൊക്കെയാണ് അത് പൊട്ടിച്ചിടാൻ നോക്ക്. എന്റെ ഗ്ലാസ് ഏതാണ്? നിന്റെ ക്ലാസ്സല്ലേ നിന്റെ നെഞ്ചത്ത് തൂക്കിയിട്ടേക്കണത്. ഇത് കണ്ണിൽ വെക്കണല്ലേ, വായിലൊഴിക്കാൻ? അത് വീട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ ഇവിടെ നിന്ന് ഒരെണ്ണം തരിയല്ലോ. എടുത്തോടുത്തോടുത്തോടുത്തോടുത്തോടുത്തോ. ആ, നമ്മളെ കഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചു ഒരു കൊഞ്ഞനോ കുത്തി ഒറ്റ അടിയങ്ങ് അടിച്ചു. അടിച്ചോ? പിടി. അയ്യോ ചേട്ടാ, ഞാൻ കുടിക്കില്ല. സ്പ്രൈറ്റ് ആണ്. അടി. അടിച്ചോ, ബ്രൈറ്റ് ആവും. കഴി. ഇത് കഷായമാണോ? പെട്ടെന്ന് ഇവിടെ കഴിക്കേ. ഇനിയുള്ളത് ഇത് ഞങ്ങളുടെ ഒക്കെ ഗിഫ്റ്റ്. മോതിരമാണ്. നീ ഇത് വേദിയേക്ക് ദാ ഇങ്ങനെ കൊടുക്കണം. ഐ ലവ് യു. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഈ മോതിരം കൊടുക്കുന്നു, അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയുന്നു. നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയോ? ആ, അതൊക്കെ അറിയാം. എങ്കിൽ നീ എന്റെ ബൈക്കിൽ പോകുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മുതലാളി ഹെൽമെറ്റ് കൊല്ലുന്നുണ്ട് ഞാൻ.